ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ബയോട്ട് സാവാർട്ട് ലോ. നിങ്ങൾ പിക്ചേഴ്സ് ചാനലിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എടുത്തപ്പോൾ കൂളംസ് ലോ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ലോ ആണ് ബയോട്ട് സാവാർട്ട് ലോ. ആദ്യം നിങ്ങൾ ഒരു കാര്യം പഠിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറയുന്ന ഇലക്ട്രോണാണ് എഴുതുക. മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഏത് അക്ഷരം കൊണ്ട് എഴുതുക? ബി എന്ന് പറയുന്ന ഇലക്ട്രോണാണ് ഏത് എഴുതുക? മാഗ്നറ്റിക് ഫീൽഡ് എഴുതുക. Magnetic field is represented by the letter B. Then അതിന്റെ യൂണിറ്റ് ടെസ്ല, ക്യാപിറ്റൽ ടി. മാഗ്നറ്റിക് ഫീൽഡ് ഏതക്ഷരം കൊണ്ട് എഴുതുക? ബി. മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ഏതാണ്? ടെസ്ല. മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ഏതാണ്? ടെസ്ല. ഏതക്ഷരം കൊണ്ട് എഴുതും? ടി. ഈ രണ്ട് പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എഴുതുക ബി കൊണ്ടും അതിന്റെ യൂണിറ്റ് ടെസ്ല, ക്യാപിറ്റൽ ടി. എഴുതി കഴിഞ്ഞൊന്നും കമന്റ് ചെയ്യണേ. എഴുതി കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളൂ. നമ്മൾ പറഞ്ഞ എന്താ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റി ബി കൊണ്ടാണ് എഴുതുക. അതിന്റെ യൂണിറ്റ് ടെസ്ല ടി, ക്യാപിറ്റൽ ടി ആണ്. രണ്ടും എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചോളുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ലോയുടെ ഇപ്പൊ എന്താ ഓഴ്സർ എന്താ കണ്ടുപിടിച്ചത്? ഒരു വയർ കൂടെ എപ്പോൾ കറണ്ട് പാസ് ചെയ്തോ അതിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഒരു വയറിലൂടെ കറണ്ട് എപ്പോൾ പാസ് ചെയ്തോ അതിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആരെ ആശ്രയിച്ചിരിക്കും? കറണ്ടിന്റെ ഡയറക്ഷനെ ആശ്രയിച്ചിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്തിനെ ആശ്രയിച്ചിരിക്കും? കറണ്ടിനെ ആശ്രയിച്ചിരിക്കും. അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. പിന്നെ ഇപ്പൊ പഠിച്ചത് മാഗ്നറ്റിക് ഫീൽഡ് ഏതക്ഷരം കൊണ്ട് എഴുതുമെന്ന്? ബി കൊണ്ട് എഴുതുമെന്നും അതിന്റെ യൂണിറ്റ് ഏതാ? ടെസ്ല ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടേക്ക് വരാം ബയോട്ട് സാവാർട്ട് ലോ. എന്തിനാണ് ബയോട്ട് സാവാർട്ട് ലോ ഉപയോഗിക്കുന്നത്? എന്തിനാണ്? ഒരു വയർ കൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് പഠിച്ചില്ലേ? ആ മാഗ്നറ്റിക് ഫീൽഡ് കാണാനാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ബയോട്ട് സാവാർട്ട് ലോ ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞെന്താ? ഒരു കറണ്ട് പാസ് ചെയ്യുന്ന ഒരു കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാവും നമ്മൾ പഠിച്ചു? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും നമ്മൾ പഠിച്ചു. ആ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? ബയോട്ട് സാവാർട്ട് ലോ ഉപയോഗിക്കുന്നത്. ശരിയല്ലേ? എഴുതിച്ചോളൂ. It is used to find the magnitude of the magnetic field. It is used to find the magnitude of the magnetic field, magnitude of the magnetic field around a current carrying conductor. Current carrying conductor. Current carrying conductor. അപ്പൊ എന്തായാലും പറഞ്ഞത്? ഒരു കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താനാണ് എന്ത് ഉപയോഗിക്കുക? ബയോട്ട് സാവാർട്ട് ലോ ഉപയോഗിക്കുക. അപ്പൊ എഴുതിച്ച് വായിച്ചു നോക്കൂ. It is used to find the magnitude of the magnetic field around a current carrying conductor. ശരിയല്ലേ? അപ്പൊ എന്തായാലും പറഞ്ഞത്? ഒരു കറണ്ട് പാസ് ചെയ്യുന്ന ഒരു കണ്ടക്ടറിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അത് കാണാനാണ് ബയോട്ട് സാവാർട്ട്. ഇതിന്റെ ഒരു ഫിഗർ ഞാൻ വരയ്ക്കാൻ പോവാണേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ വരയ്ക്കേണ്ട, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നോക്കിക്കോളൂ.
എക്സ് വൈ എന്ന് പറയുന്നത് ഒരു കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടക്ടറാണ്. എക്സ് വൈ എന്ന് പറയുന്നത് ഒരു കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടക്ടറാണ്. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് ഐ. എക്സ് വൈ എന്ന് പറയുന്ന വയറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് ഇത് ഐ. നമുക്കറിയാം, ഒരു വയർ കൂടെ കറണ്ട് പാസ് ചെയ്താൽ അതിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ ഇതിന് ചുറ്റും എന്തുണ്ടായിണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിണ്ടാവും. ആ പോയിന്റ് ആണ് പി. ആ പോയിന്റ് ആണ് ഇത് പി. ഒരു പ്രാവശ്യം കൂടി പറയാം. നമ്മുടെ വയർ, ആ വയറിന്റെ പേരാണ് ഇത് എക്സ് വൈ. ഈ എക്സ് വൈയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് ഇത് ഐ. ഒരു വയറിൽ കൂടെ കറണ്ട് പാസ് ചെയ്താൽ അതിന് ചുറ്റും എന്തുണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും പഠിച്ചിട്ടുണ്ട്. ആ പോയിന്റ് ആണ് ഇത് പി. ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്ന പോയിന്റ് ആണ് ഇത് പി. ആ പിയും ഈ വയറും തമ്മിലുള്ള ദൂരമാണ് ഇത് ആർ. ആ വയറും ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്ന പോയിന്റ് തമ്മിലുള്ള ദൂരമാണ് ഇത് ആർ. ഇവിടെ ഉണ്ടാവുന്ന ചെറിയൊരു ആംഗിൾ ആണ് ഇത് തീറ്റ. ഇവിടെ ഉണ്ടാവുന്ന ചെറിയൊരു ആംഗിൾ ആണ് ഇത് തീറ്റ. ഒരു ഭാഷ കൂടി പറയാം. എക്സ് വൈ എന്ന് പറയുന്നതാണ് നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്ന വയർ. ശരിയല്ലേ? വയർ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഏതാണ്? ഐ. അപ്പൊ അതിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്ന പോയിന്റ് ആണ് ഇത് പി. ഈ പോയിന്റ് പിയും വയറും തമ്മിലുള്ള ദൂരാണ് ഇത് ആർ. അവിടെ ഉണ്ടാവുന്ന ചെറിയ ആംഗിൾ ആണ് ഇത് തീറ്റ. അവിടെ ഉണ്ടാവുന്ന ചെറിയ ആംഗിൾ ആണ് ഇത് തീറ്റ. സോ ഒരു പ്രാവശ്യം കൂടി പറയാം. എക്സ് വൈ ഈസ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അതിലൂടെ പോകുന്ന കറണ്ടാണ് ഇത് ഐ. അപ്പൊ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ പോയിന്റ് ആണ് ഇത് പി. പിയും വയറും തമ്മിലുള്ള ദൂരാണ് ഇത് ആർ. അവിടെ ഉണ്ടാവുന്ന ചെറിയ ആംഗിൾ ആണ് ഇത് തീറ്റ. മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യാം. ഓക്കെ, എങ്കിൽ നിങ്ങൾ ഫിഗർ തെറ്റാതെ വരച്ചെടുക്കൂ. ഫിഗർ തെറ്റാതെ വരച്ചെടുക്കൂ. സോ ഫിഗർ വരച്ചെടുത്തിട്ടുണ്ടാവും വിചാരിക്കണു. വരയ്ക്കാത്തൊരു വേഗം വരയ്ക്കുക. ഫിഗർ വരയ്ക്കാത്തവർ വേഗം വരയ്ക്കുക. ഓക്കെ, ഫിഗർ വരച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ? എക്സ് വൈ എന്ന് പറയുന്നത് കറണ്ട് പാസ് ചെയ്യുന്ന ഒരു കണ്ടക്ടറാണ്. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് ഐ. അപ്പൊ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്ന പോയിന്റ് ആണ് പി. ഈ പിയും ഈ വയറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. അവിടെ ഉണ്ടാവുന്ന ചെറിയ ആംഗിൾ ആണ് ഇത് തീറ്റ. ഇത്രയും എഴുതി വെച്ചോ. ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ എക്സ് വൈ എന്ന് പറയുന്നത് അത്രയും നീളമുള്ള വയറാണ്. എക്സ് വൈ എന്ന് പറയുന്നത് അത്രയും നീളമുള്ള വയറാണ്. അത്രയും നീളമുള്ള വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റില്ല. അത്രയും നീളമുള്ള ഒരു വയറാണെന്ന് വിചാരിച്ചോ. അപ്പൊ അങ്ങനെ അത്രയും വലിയൊരു വയറിനെ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റില്ല. അപ്പൊ ആ വയറിന് നമ്മൾ ചെറിയൊരു കഷ്ണമാണ്. അങ്ങനെയുള്ള ഒരു ചെറിയ കഷ്ണമാണ് എ ബി എന്ന് പറയുന്ന ഈ ചെറിയ കഷ്ണം. ഇതാ ഈ വരച്ചിരിക്കുന്ന ഭാഗം ഒരു ചെറിയ ലെങ്ത് ആണ്. ശരിയല്ലേ? ഒരു ചെറിയ ലെങ്ത് ആണ് എ മുതൽ ബി വരെ ഉള്ളത്. ആ ചെറിയ ലെങ്തിനെ ഞാൻ ഡി എൽ എന്ന് കൊടുത്തു. ഈ ചെറിയ ലെങ്തിനെ ഞാൻ ഡി എൽ എന്ന് കൊടുത്തു. എന്താ ഞാൻ പറഞ്ഞത്? ഈ വയറിന്റെ ടോട്ടൽ ആയിട്ടുള്ള ലെങ്ത് എക്സ് മുതൽ വൈ വരെയാണ്. അത് അത്രയും വലിയ ലെങ്ത് ആണ്. അത്രയും വലിയ ലെങ്തിനെ നമുക്ക് ഒരുമിച്ച് മെഷർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വയറിനെ ഞാനൊരു ചെറിയ കഷ്ണമാക്കി. ആ ഒരു ചെറിയ കഷ്ണമാണ് ഇത് എ ബി എന്ന് പറയുന്നത്. ഈ ചെറിയ കഷ്ണം. ആ എ ബി എന്ന് പറയുന്ന വയറിന്റെ നീളമാണ് ഇത് ഡി എൽ. ആ എ ബി എന്ന് പറയുന്ന വയറിന്റെ നീളമാണ് ഇത് ഡി എൽ. ഒരു പ്രാവശ്യം കൂടി,
എക്സ് മുതൽ വൈ വരെയുള്ളതാണ് നമ്മുടെ വയറിന്റെ ടോട്ടൽ ലെങ്ത്. പക്ഷെ അത് അത്രയും വലിയതാണ്. അത്രയും വലിയൊരു വയറിനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ആ വയറിനെ നമ്മൾ ചെറിയൊരു കഷ്ണാക്കി. ആ ചെറിയ കഷ്ണാണ് ഏത്? എ ബി. ആ ചെറിയ കഷ്ണാണ് ഏത്? എ ബി. ആ എ ബി എന്ന് പറയുന്ന വയറിന്റെ നീളമാണ് ഏത്? ഡി എൽ. എ ബി എന്ന് പറയുന്ന വയറിന്റെ നീളമാണ് ഏത്? ഡി എൽ. മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്യൂ. ഒന്ന് കമന്റ് ചെയ്യൂ മനസ്സിലായാൽ. ഓക്കെ, ശരി. എങ്കിൽ നിങ്ങൾ അത് കൂടി മാർക്ക് ചെയ്തോളൂ, നിങ്ങളുടെ പുസ്തകത്തിലേക്ക് വരച്ചോളൂ. ഓക്കെ, വരച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നോക്കിയേ, നമ്മുടെ വേറെ ഒന്ന് വരയ്ക്കാം. എക്സ് വൈ, അതിന് ചെറിയൊരു ലെങ്ത് എ ബി. ആ ലെങ്ത് ആണ് ഇത് ഡി എൽ. ശരിയല്ലേ? ഇനി എനിക്ക് കാണേണ്ടത് എക്സ് മുതൽ വൈ വരെയുള്ള ടോട്ടൽ ആയിട്ടുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് കാണുന്നത്. കാരണം ഇതിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് ആണ് എനിക്ക് കാണുന്നത്. പക്ഷെ മൊത്തത്തിൽ എക്സ് മുതൽ വൈ വരെയുള്ള ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു കഷ്ണാക്കിയത് എ ബി. എ ബിയുടെ ലെങ്ത് എത്രയാ? ഡി എൽ. ശരിയല്ലേ? ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ ചെറിയ ലെങ്ത് കൂടെ കടന്നു പോകുന്ന എൽ എന്ന് പറഞ്ഞ ലെങ്ത് ആണ് വിചാരിച്ചോ. അതിന് ചെറുതാണെന്ന് കാണിക്കാൻ ഇവിടെ എന്തിട്ട് കൊടുത്താൽ മതി? ഡി ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ ലെങ്ത്. ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ നമ്മുടെ ഡി ഇട്ട് കഴിഞ്ഞാൽ എന്തായത്? സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ആയി. ശരിയല്ലേ? അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ ചെറിയ ഈ വയറിന്റെ ഈ കഷ്ണം, ഇതേപോലത്തെ ഒരു കഷ്ണം ഇവിടെയും വരില്ലേ? ഇതേപോലത്തെ ഒരു കഷ്ണം ഇവിടെയും വരില്ലേ? അപ്പൊ അങ്ങനെയുള്ള ചെറിയ 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 കുറെ കഷ്ണങ്ങൾ ചേർന്നിട്ടല്ലേ എക്സ് വൈ എന്ന് പറഞ്ഞ വയറുണ്ടായിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയ കഷ്ണത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണും. അത് കണ്ടു കഴിഞ്ഞാൽ അതന്നെയല്ലേ അടുത്ത ചെറിയ കഷ്ണത്തിന് വരിക, അതന്നെയല്ലേ അടുത്ത ചെറിയ കഷ്ണത്തിന് വരിക. അതൊക്കെ കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? എക്സ് മുതൽ വൈ വരെയുള്ള ടോട്ടൽ എന്ത് കിട്ടും? മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ശരിയല്ലേ? ഒന്നുകൂടി ശ്രദ്ധിച്ചോ. എ മുതൽ ആകെയുള്ള വയർ എക്സ് മുതൽ വൈ വരെയാണ്. ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറിയൊരു ലെങ്ത് ആക്കും. ഇതാണ് ആ ചെറിയ ലെങ്ത്. ഈ ചെറിയ ലെങ്ത് ആണ് എ ബി. ഇതേപോലത്തെ ഒരു ചെറിയ ലെങ്ത് ഇവിടെ ഉണ്ടാവില്ലേ? ഇതേപോലത്തെ വേറെ അങ്ങനെ കുറെ 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 ചെറിയ ചെറിയ ലെങ്ത്തുകൾ ചേർന്നിട്ടല്ലേ എക്സ് വൈ ഉണ്ടായിരിക്കണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയ ലെങ്ത് കൂടെ കടന്നു പോകുന്നുണ്ടാകുന്ന ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് കാണും. ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞാൽ ആരാ? ഡി ബി. അതേപോലത്തെ ഒരു ലെങ്ത് വരും. അപ്പൊ അവിടെ ഒരു ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് വരും, അതും ഡി ബി. വീണ്ടും ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരും, ഡി ബി. അങ്ങനെയാണെങ്കിൽ എല്ലാ ഡി ബികളും കൂടി കൂട്ടിയാൽ എക്സ് മുതൽ വൈ വരെയുള്ളത് കിട്ടില്ലേ? പറഞ്ഞ മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്യൂ. ഒന്നുകൂടി പറയണമെങ്കിൽ ഒന്നുകൂടി പറയാം. സ്റ്റെക്ക് ആവുന്നു. സ്റ്റെക്ക് ആവാനുള്ള ചാൻസുകൾ എന്താവും എനിക്കറിയില്ല. നോക്കി നോക്കൂ. സുഹേല് നോക്കി നോക്ക്. സ്റ്റെക്ക് ആവാനുള്ള സാധ്യത ഇവിടെ ചാൻസ് കുറവാണ്. നോക്കി നോക്കൂ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ? എക്സ് മുതൽ വൈ വരെയുള്ള ടോട്ടൽ കാണണം. ഒരുമിച്ച് നമുക്ക് കാണാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ചെറിയൊരു ലെങ്ത് എടുത്തു. ചെറിയ ലെങ്ത് ആണ് ഏത്? എ ബി. എ ബിയുടെ ലെങ്ത് ആണ് ഏത്? ഡി എൽ. ആ എ ബിയിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഏത്? ഡി ബി. ഇതേപോലെ കുറെ ഡി ബികൾ ഇങ്ങനെ വരും. അതൊക്കെ കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അപ്പൊ ഞാൻ നമ്മുടെ ലോയിലേക്ക് വരികയാണ്. ഇവിടെ ശ്രദ്ധിച്ചോ. ബയോസാവാർഡിലോ ശ്രദ്ധിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക. ഇനി ഞാൻ എ ബി എന്ന് പറയുന്ന ലെങ്ത് ആണ് എടുക്കുന്നത്. ആ ലെങ്ത് പറഞ്ഞാൽ ഡി എൽ ആണ്. അതിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് അതാണ് ഡി ബി. എ ബി എന്ന് പറയുന്ന ചെറിയ ലെങ്ത് കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന എ ബി എന്ന് പറയുന്ന ചെറിയ ലെങ്ത് കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഏത്? ഡി ബി.
എ ബി എന്ന് പറയുന്ന ഈ ചെറിയ ലെങ്ത് കൂടെ കറണ്ട് കടന്നുകൊണ്ടാവുന്ന ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇത് ഡി ബി. അങ്ങനെയെങ്കിൽ ബയോട്ട് സാവാർട്ട് ലോ പറയുന്നത് ഈ ഡി ബി എന്ന് പറയുന്നത് കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ ഡി ബി എന്ന് പറയുന്നത് ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ ഡി ബി എന്ന് പറയുന്നത് സൈൻ തീറ്റയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ ഡി ബി എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതിനെ ഇക്വേഷൻ 1, ഇതിനെ ഇക്വേഷൻ 2, ഇതിനെ ഇക്വേഷൻ 3, ഇതിനെ ഇക്വേഷൻ 4. 4 ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒരു ഭാഷ കൂടി പറയാട്ടോ. ചെറിയൊരു ലെങ്ത് ആണ് ഏത് എ ബി. ആ ലെങ്ത് എത്രയാ ഡി എൽ. അതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഏത് ഡി ബി. ബയോട്ട് സാവാർട്ട് ലോ പ്രകാരം ആ ഡി ബി ആർക്കൊക്കെ പ്രൊപ്പോർഷണൽ ആണ്? കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, സൈൻ തീറ്റയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് മാത്രം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ എന്ത് വരും? ഡി ബി പ്രൊപ്പോർഷണൽ ടു ഐ, ഡി ബി പ്രൊപ്പോർഷണൽ ടു ഡി എൽ, ഡി ബി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ, ഡി ബി പ്രൊപ്പോർഷണൽ ടു 1 എന്ത് വരും? ആർ സ്ക്വയർ. ശരിയല്ലേ? ഒന്ന് കമന്റ് ചെയ്യൂ മനസ്സിലായെങ്കിൽ. അപ്പോ പിക്ക് പകരം ബി കൊടുക്കാൻ പറ്റുമോ? എന്താ പിക്ക് പകരം ഏതാ പി? ഇല്ല, അത് നോക്കണ്ട. നമ്മൾ എടുക്കുന്ന ഈ ടോട്ടൽ ലെങ്ത് മാത്രമാണ് കേട്ടോ. ഈ ചെറിയ ലെങ്ത് ഇതേപോലെ കുറെ എ ബികൾ ചേർന്നിട്ടാണ് എക്സ് വൈ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പൊ എന്ത് നോക്കേണ്ടത് നിങ്ങള്? എ ബി എന്ന് പറയുന്ന ചെറിയ ലെങ്ത്. വൺസ് മോർ. ഓക്കെ, നിഹാൽ കൂടെ ശ്രദ്ധിച്ചോ. എ ബി എന്ന് പറയുന്ന ചെറിയ ലെങ്ത് കിട്ടും. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മൾ നോക്കൂ. ഇതൊരു വയറാ വിചാരിച്ചോ. ഈ വയറ് തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അത്ര നീളമുള്ള വയറാ വിചാരിച്ചോ. ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ വയറിനെ ചെറിയ കഷ്ണാക്കും. ഇപ്പൊ എടപ്പാളെന്ന് പൊന്നാനി വരെയുള്ള വയറ്, എടപ്പാളെന്ന് പൊന്നാനി വരെയുള്ള ചെറിയ ലെങ്ത്. അങ്ങനെ ചെറിയ ലെങ്ത്തുകൾ. ഇതൊരു ചെറിയ ലെങ്ത്, ഈ ചെറിയ ലെങ്ത്, ഈ ചെറിയ ലെങ്ത്, ഇതൊക്കെ ചെറിയ ചെറിയ ലെങ്ത്തുകളാണ്. ഇതൊക്കെ കൂടി കൂട്ടിയാലല്ലേ നമുക്ക് എക്സ് മുതൽ വൈ വരെയുള്ള കിട്ടുക. ഇപ്പൊ നമ്മളെടുത്ത ഈ ചെറിയൊരു കഷ്ണമാണ് ഈ ചെറിയ കഷ്ണം എ ബി. ആ എ ബി എന്ന് പറയുന്ന വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇത് ഡി ബി. ആ ഡി ബി എന്ന് പറയുന്നത് ആർക്കൊക്കെ പ്രൊപ്പോർഷണൽ ആയിരിക്കും? ആ ഡി ബി എന്ന് പറയുന്നത് കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ ഡി ബി എന്ന് പറയുന്നത് ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ ഡി ബി എന്ന് പറയുന്നത് സൈൻ തീറ്റയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ ഡി ബി എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഈ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ ഇക്വേഷൻ ഞാൻ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ എന്താ വരിക? എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ എന്താ വരിക? ഡി ബി പ്രൊപ്പോർഷണൽ ടു എന്തൊക്കെ വരും? ഐയും ഡി എല്ലും സൈൻ തീറ്റയും വരും. അപ്പൊ ഐ ഡി എൽ സൈൻ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? ആർ സ്ക്വയർ. കാരണം ഈ ആർ സ്ക്വയർ അടിയിലല്ലേ കിടക്കുന്നത്. അപ്പൊ ഇത് മൂന്നും കൂടി ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ബി പ്രൊപ്പോർഷണൽ ടു ഐ ഡി എൽ സൈൻ തീറ്റ ബൈ എന്ത് വരും? ആർ സ്ക്വയർ. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് വരും. ആ കോൺസ്റ്റന്റ് ആണ് കെ. കെ ഇൻറ്റു ഐ ഡി എൽ സൈൻ തീറ്റ ബൈ എന്ത് വരും? ആർ സ്ക്വയർ. ഡി ബി സമം എന്താ വരിക? കെ ഇൻറ്റു ഐ ഡി എൽ സൈൻ തീറ്റ ബൈ എന്ത് വരും? ആർ സ്ക്വയർ. ശരിയല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അതിനൊരു വാല്യൂ ഉണ്ട് μ0/4π. കെ എന്ന് പറഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ട്. അതെത്രയാണ്? μ0/4π. ഈ μ0നെ നമ്മളൊരു പേര് വിളിക്കും പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. μ0നെ വിളിക്കുന്ന പേരാണെന്ത്? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിനൊരു വാല്യൂ കൂടി ഉണ്ട്. ആ വാല്യൂ ആണ് 4π × 10⁻⁻7 ഹെൻറി പെർ മീറ്റർ. μ0ന്റെ വാല്യൂ എത്രയാ ചോദിച്ചു കഴിഞ്ഞാൽ കാണാതെ പഠിച്ചിരിക്കണം. 4π × 10⁻⁷ ഹെൻറി പെർ മീറ്റർ. ശ്രദ്ധിക്കട്ടോ, കഴിഞ്ഞ ചാപ്റ്റർ പോലത്തെ അത്ര എളുപ്പമുള്ള ഒരു ചാപ്റ്റർ അല്ല ഇത്. ഒരുപാട് പഠിക്കാനുണ്ട്. സോ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കാം. ഒരു ഭാഷ കൂടി പറയാം. ഡി ബി പ്രൊപ്പോർഷണൽ ടു ഐ, ഡി ബി പ്രൊപ്പോർഷണൽ ടു ഡി എൽ, ഡി ബി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ, ഡി ബി പ്രൊപ്പോർഷണൽ ടു 1/r².
ആരാണ് കൂടി ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ കെ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് വരും. ഈ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ μ0/4π ആണ്. ഇതിനെ μ0നെ വിളിക്കുന്ന പേര് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. μ0നെ വിളിക്കുന്ന പേരെന്താ? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിന്റെ വാല്യൂ എത്രയാ? 4π × 10⁻⁷ ഹെൻറി പെർ മീറ്റർ ആണ് μ0ന്റെ വാല്യൂ. അപ്പൊ ഈ കെയുടെ വാല്യൂ എടുത്തിട്ട് എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പൊ എന്ത് വരും? dv സമം കെയുടെ സ്ഥാനത്ത് ഇത്. അപ്പൊ എന്താ വരിക? μ0/4π. ബാക്കി ആരൊക്കെയാണത്? I dl sin θ/r², which is the equation of ഏത് ലോ? ബയോട്ട്-സാവാർട്ട് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. ആദ്യം ഡെറിവേഷൻ കൂടി പറഞ്ഞുതരാം. ബയോട്ട്-സാവാർട്ട് പ്രകാരം ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് dB എന്ന് പറയുന്നത് ഐക്കും dlനും sin തീറ്റയ്ക്കും ഡയറക്ട്ലി പ്രൊപ്പോർഷനിലും r² ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലും. അപ്പൊ ഇതെല്ലാം കൂടി ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. പ്രൊപ്പോർഷനാലിറ്റി മാറ്റുമ്പോൾ അവിടെ k എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് വരും. k × IDL sin θ/r². കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ μ0/4π. μ0നെ വിളിക്കുന്ന പേരാണ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിന്റെ വാല്യൂ എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ 4π × 10⁻⁷ ഹെൻറി പെർ മീറ്റർ എന്ന് വരും. അപ്പൊ അതാണ് μ0ന്റെ വാല്യൂ. അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് കിട്ടുന്ന ഈ കെയുടെ സ്ഥാനത്ത് ഇത് കൊടുത്താൽ ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ ആണ് dB സമം μ0/4π × IDL sin θ/r². This is the mathematical expression of ഏത്? ബയോട്ട്-സാവാർട്ട് ലോ. മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. വീണ്ടും പറയണമെന്നുണ്ടെങ്കിൽ വീണ്ടും പറയാം, കമന്റ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോ. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നമുക്ക് ഫിസിക്സിന്റെ ഫസ്റ്റ് പാർട്ട് കഴിക്കാനായിട്ട് നോക്കാം. മാക്സിമം ശ്രമിച്ചാൽ കഴിയും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് നീങ്ങാം. സോ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒറ്റ പ്രാവശ്യം കൂടി. XY എന്ന് പറയുന്നതാണ് കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടക്ടർ. അതിലൂടെ കറണ്ട് I എന്ന് പറഞ്ഞ കറണ്ട് പാസ് ചെയ്യുന്നു. അപ്പൊ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ പോയിന്റ് ആണ് P. ആ പിയും വയറും തമ്മിലുള്ള ദൂരമാണ് R. അവിടെ ഉണ്ടാവുന്ന ചെറിയ ആംഗിളാണ് തീറ്റ. ഇനിയോ ഈ ചെറിയ ഒരു കഷ്ണം നമ്മൾ എടുക്കുന്നു, AB, ചെറിയ ലെങ്ത്. ആ ലെങ്ത് എത്രയാ? DL. അതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ആണ് dB. ആ dB എന്ന് പറയുന്നത് ബയോട്ട്-സാവാർട്ട് ലോ പ്രകാരം ആർക്കൊക്കെ പ്രൊപ്പോർഷനിലാണ്? കറണ്ടിനും ലെങ്തിനും സൈൻ തീറ്റയ്ക്കും ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇതെല്ലാം കൂടി ക്ലബ് ചെയ്താൽ ഇങ്ങനെ വരും. പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ k വരും. കെയുടെ വാല്യൂ μ0/4π. μ0നെ വിളിക്കുന്ന പേര് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിന്റെ വാല്യൂ 4π × 10⁻⁷ ഹെൻറി പെർ മീറ്റർ. ഈ കെയുടെ ഈ വാല്യൂ എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷൻ ആണ് dB സമം μ0/4π × IDL sin θ/r², which is a mathematical representation of ഏത് ലോ? ബയോട്ട്-സാവാർട്ട്. ശരിയല്ലേ? അപ്പൊ എഴുതി വെച്ചോളൂ. കൺസിഡർ a current carrying conductor. Consider a current carrying conductor. Consider a current carrying conductor XY through which a current I is flowing. Through which a current I is flowing. Full stop. Current I is flowing. Full stop. Let P be a capital P.
BA, capital PBA, point in the magnetic field at a distance R. റിപ്പീറ്റ് ചെയ്യോ? എന്താ റിപ്പീറ്റ് ചെയ്യേണ്ടത്? ബാസിത നോട്ട് എഴുതുന്നതാണോ റിപ്പീറ്റ് ചെയ്യേണ്ടത്, അതോ എടുത്ത ഭാഗമാണോ റിപ്പീറ്റ് ചെയ്യേണ്ടത്? ഒന്ന് പറയൂ ബാസിത. നോട്ട്. ഓക്കെ. കൺസിഡർ എ കറണ്ട് carrying conductor XY through which a current I is flowing. Full stop. Let P be a point. Let P be a point in the magnetic field at a distance small letter r. At a distance small letter r. At a distance small letter r from the wire. Full stop. Now consider a small length AB ബ്രാക്കറ്റിൽ DL എഴുതുക. ഫുൾ സ്റ്റോപ്പ്. Then according to Biot-Savart law, ആകെ എഴുതാ dB proportional to I. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. പിന്നെ എഴുതാ dB proportional to DL. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. പിന്നെ dB proportional to sin theta. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. dB proportional to 1/r². അതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലൈനിൽ എഴുതാം combining equations 1, 2, 3 and 4. Combining equations 1, 2, 3 and 4. ഇത് എഴുതാം dB proportional to IDL sin theta
by r square. Ideal sin theta by r square. Proportionality മാറ്റിയിട്ട് എഴുതുക. dv സമം k into ideal sin theta by r square. K into ideal sin theta by r square. K into ideal sin theta by r square. K യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ μ0 by 4 pi ആണ്. K യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ μ0 by 4 pi ആണ്. μ0ന്റെ പേര് കൊടുക്കുക permeability of free space. Permeability of free space. μ0ന്റെ വാല്യൂ തെറ്റാതെ എഴുതുക 4 pi into 10 raised to minus 7 Henry per meter. 4 pi into 10 raised to minus 7 Henry per meter. 4 pi into 10 raised to minus 7 Henry per meter. എന്നിട്ട് ലാസ്റ്റ് ഈക്വേഷൻ എഴുതിയേക്കുക dv സമം μ0 by 4 pi into ideal sin theta by r square. Ideal sin theta by r square. അതിനെ ബോക്സിലാക്കി വെച്ചോ. അതാണ് ബയോട്ട് സാവാർട്ടിലൂടെ മാത്തമാറ്റിക്കൽ ഫോം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? XY എന്ന് പറഞ്ഞ വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പൊ നമുക്ക് കിട്ടി. സോറി, AB-യിലൂടെ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. ഇനി ഇതേ മാഗ്നറ്റിക് ഫീൽഡിൽ എവിടെയും വരിക, ഇതേ മാഗ്നറ്റിക് ഫീൽഡ് എവിടെയും വരും, ചെറിയ ചെറിയ ലെങ്ത്തിലൊക്കെ വരും. എല്ലാം കൂടി എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? X മുതൽ Y വരെയുള്ള ടോട്ടൽ ലെങ്ത് നമുക്ക് കിട്ടും. X മുതൽ Y വരെയുള്ള ടോട്ടൽ ലെങ്ത് നമുക്ക് കിട്ടും. So this law is called Biot-Savart law. ഒന്ന് വേഗം മറിച്ച് നോക്കൂ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് Biot-Savart law. അടുത്ത ടോപ്പിക് പറയുന്നതിന് മുമ്പേ ഇപ്പൊ പറഞ്ഞ ലോയുടെ ഡെറിവേഷൻ ഒന്ന് വൃത്തിയായിട്ടൊന്ന് പഠിക്കും. വേറെ വർത്താനം വേണ്ട, അവിടെ തന്നെ ശ്രദ്ധിച്ച് പഠിക്കേട്ടോ. ഒന്നുകൂടി ഇവിടെ ശ്രദ്ധിച്ചോ. പെട്ടെന്ന് ഡെറിവേഷൻ ചെയ്യുന്നത് എല്ലാവരും കൂടെ നോക്കിക്കോ. എങ്ങനെ എഴുതാം? dv proportional to I, dv proportional to dl, dv proportional to sin theta, dv inversely proportional to r square. ശരിയല്ലേ? എല്ലാം കൂടി ക്ലബ് ചെയ്താലോ? dv proportional to ideal sin theta by r square. പ്രൊപ്പോർഷണൽ മാറ്റുമ്പോഴോ dv സമം k into ideal sin theta by r square. k യുടെ വാല്യൂ നമ്മൾ പഠിച്ചു μ0 by 4 pi. അത് ഇവിടെ കൊടുക്കുക. സോ dv equal to μ0 by 4 pi into ideal sin theta by. വെരി ഇമ്പോർട്ടന്റ് ലോ. ഒന്ന് വേഗം നോക്കൂ. μ0ന്റെ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ പറയാൻ പറ്റില്ല. 4 pi into 10 raised to minus 7.
ഓക്കെ. ഓക്കെ, അപ്പൊ അവിടെ നോക്കുക, ബി എന്ന് പറഞ്ഞ ലെറ്റർ എന്താണ് സാധനം? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അത് എന്ത് ക്വാണ്ടിറ്റിയാ? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ബി എന്ന് പറയുന്ന സാധനം മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് സാധനങ്ങൾ ഉണ്ടാവില്ലേ? ഒന്ന് മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ഡയറക്ഷനും ഉണ്ടാവും. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കും, പിന്നെ എന്തുണ്ടായിരിക്കും? ഡയറക്ഷനും ഉണ്ടായിരിക്കും. മാഗ്നിറ്റ്യൂഡ് കാണാൻ നമ്മൾ ഏത് ലോ ഉപയോഗിച്ചു? ബയോട്ട് സാവാർട്ട് ലോ ഉപയോഗിച്ചു. എന്താ പറഞ്ഞത്? ഈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ശ്രദ്ധിക്കാട്ടോ, ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞാൽ കട്ടാവും. കട്ടായി കഴിഞ്ഞാൽ ഏകദേശം 1 മണിയാവും. അപ്പൊ പിന്നെ ഇന്ന് വീണ്ടും റീജോയിൻ ചെയ്യേണ്ട, അടുത്ത ക്ലാസ്സിലേക്ക് ബാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ക്വാണ്ടിറ്റിയാ? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, അതുപോലെ ഏതും ഉണ്ടാവും? ഡയറക്ഷനും ഉണ്ടാവും. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഏത് ലോ? ബയോട്ട് സാവാർട്ട് ലോ. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് ലോ ഉണ്ട്. അതിലൊന്നാണ് ചെറിയ ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സ്ക്രൂ റൂളും തമ്പ് റൂളും. സ്ക്രൂ റൂളും അതുപോലെ തന്നെ ഏത് റൂളും? തമ്പ് റൂളും. എന്താ ഞാൻ പറഞ്ഞത്? മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ക്വാണ്ടിറ്റിയാ? വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണ്ടേ? മാഗ്നിറ്റ്യൂഡും വേണം, ഏതും വേണം? ഡയറക്ഷനും വേണം. മാഗ്നിറ്റ്യൂഡ് കാണാൻ ഏത് ലോ? ബയോട്ട് സാവാർട്ട് ലോ. ഡയറക്ഷൻ കാണാൻ രണ്ടെണ്ണം. ഏതൊക്കെയാണ്? സ്ക്രൂ റൂളും തമ്പ് റൂളും. പറഞ്ഞ ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്യൂ. ഇവിടെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്, നോക്കട്ടെ. സുഹൈൽ ഓക്കെ, എല്ലാവരെയും കമന്റും വരാം. ജുമാനാസിൻ, ശ്രീരാമ ഓക്കെ, ഇവിടെ തന്നെ ശ്രദ്ധിക്കട്ടെ. മഞ്ഞ ഓക്കെ, അനാമിക ഓക്കെ. അപ്പൊ ഇവിടെ നോക്കാം, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ അതിന് വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, അതുപോലെ തന്നെ ഡയറക്ഷനും ഉണ്ടാവും. മാഗ്നിറ്റ്യൂഡ് കാണാൻ ഏത് ലോ? ബയോട്ട് സാവാർട്ട് ലോ. ഡയറക്ഷൻ കാണാൻ വേറെ രണ്ട് റൂളുകൾ, ഒന്നേതാ? സ്ക്രൂ റൂളും ഒന്നേതാ? തമ്പ് റൂളും. ഓക്കെ, സോ ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് കൊടുക്കുക, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ചെറിയ ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്, കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടക്ടർ എടുത്ത് വലത്തെ കൈരുതാ ഇങ്ങനെ പിടിക്കാം. കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടക്ടർ എടുത്ത് വലത്തെ കൈരുതാ ഇങ്ങനെ പിടിക്കാം. ഇതാ ഇതുപോലെ കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടക്ടർ എടുത്തിട്ട് വലത്തെ കൈരുതാ ഇങ്ങനെ പിടിക്കാം. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തള്ളവിരൽ കാണിക്കുന്നത്, തള്ളവിരൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തള്ളവിരൽ കാണിക്കുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ, മടങ്ങിയിരിക്കുന്ന വിരലുകൾ കാണുന്നത് അതിന് ചുറ്റുമുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. എന്താ ഞാൻ പറഞ്ഞത്? കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടക്ടർ എടുത്ത് വലത്തെ കൈരുതാ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തള്ളവിരൽ കാണിക്കുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ, മടങ്ങിയിരിക്കുന്ന വിരലുകൾ കാണിക്കുന്നത് അതിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്യൂ. കമന്റ്സ് വരട്ടെ, കേൾക്കാല്ലേ? ഓക്കെ, ഒരു പ്രാവശ്യം കൂടി പറയാം. കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടക്ടർ എടുത്തിട്ട് വലത്തെ കൈരുതാ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തള്ളവിരൽ കാണിക്കുന്നത് കറണ്ട്, മടങ്ങിയിരിക്കുന്ന വിരലുകൾ കാണിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് ഏത് റൂള്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇനി ഒന്നുണ്ട് സ്ക്രൂ റൂൾ. സ്ക്രൂ റൂൾ, ഒരു സ്ക്രൂ നമ്മൾ അഴിച്ചെടുക്കുക വിചാരിച്ചോ. ഒരു സ്ക്രൂ ഞാൻ ഇങ്ങനെ അഴിച്ചെടുക്കുകയാണ്. അപ്പൊ സ്ക്രൂ എന്ത് ചെയ്യും? ഇങ്ങനെ പൊന്തി 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 വരില്ലേ? ഒരു സ്ക്രൂ ഞാൻ അങ്ങനെ അഴിച്ചെടുക്കുകയാണെങ്കിൽ ആ സ്ക്രൂ എന്ത് ചെയ്യും? ഇങ്ങനെ പൊന്തി 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 പൊന്തിയിട്ടാ വരിക.
ആ പൊന്തി വരുന്ന സ്ക്രൂവിന്റെ ഡയറക്ഷൻ കറണ്ടിന്റെ ഡയറക്ഷൻ, സ്ക്രൂ തിരിയുന്ന ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. എന്താ ഞാൻ പറഞ്ഞത്? ഒരു സ്ക്രൂ നമ്മൾ അഴിച്ചെടുക്കുകയാണെങ്കിൽ ആ സ്ക്രൂ പൊന്തി വരില്ലേ? ആ പൊന്തി വരുന്ന ഡയറക്ഷൻ കറണ്ടിന്റെ ഡയറക്ഷൻ, സ്ക്രൂ തിരിയുന്ന ഡയറക്ഷൻ അതിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഒരു പ്രാവശ്യം കൂടി. ഒരു സ്ക്രൂ നമ്മൾ അഴിച്ചെടുക്കുക വിചാരിച്ചോ. അപ്പൊ ആ സ്ക്രൂ ഇങ്ങനെ പൊന്തി 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 വരും. ആ പൊന്തി വരുന്ന ഡയറക്ഷൻ കറണ്ടിന്റെ ഡയറക്ഷൻ, സ്ക്രൂ തിരിയുന്നത് അതിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ആ റൂളാണ് ഏത്? സ്ക്രൂ റൂൾ. തമ്പ് റൂളോ? കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടക്ടർ എടുത്ത് വലത്തെ കയ്യിൽ ഇങ്ങനെ പിടിച്ചാൽ തള്ളവിരൽ കാണിക്കുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ, മടങ്ങിയിരിക്കുന്ന വിരലുകൾ കാണിക്കുന്ന അതിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ക്ലിയർ ആണല്ലോ? സ്ക്രൂ റൂളോ? ഒരു സ്ക്രൂ നമ്മൾ അഴിച്ചെടുക്കുകയാണെങ്കിൽ ആ സ്ക്രൂ ഇങ്ങനെ പൊന്തി 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 വരും. ആ പൊന്തി 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 വരുന്ന ഡയറക്ഷൻ കറണ്ട്, സ്ക്രൂ തിരിയുന്ന ഡയറക്ഷനോ മാഗ്നറ്റിക് ഫീൽഡ്. ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ 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 ഓക്കെ. ഇത് രണ്ടും കൂടെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതാണ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ആദ്യം ചെയ്ത് വെച്ചോളൂ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ശ്രദ്ധിക്കുക, കട്ടായി കഴിഞ്ഞാൽ വീണ്ടും ഇന്ന് റീജോയിൻ ചെയ്യേണ്ട. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ കട്ടാവാൻ ചാൻസ് ഉണ്ട്. 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ കട്ടാവും. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എഴുതി വെച്ചോളൂ. It states that if a conductor is grasped in the right hand, comma, thumb represents direction of current, then curled fingers represents direction of magnetic field. Then curled fingers represents direction of magnetic field. It says that if a conductor is grasped in the right hand, comma, thumb represents direction of current. Thumb കാണിക്കുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ. Then curled fingers represents direction of curled, curled കേട്ടോ. കേൾഡ് പറഞ്ഞു കഴിഞ്ഞാൽ മടങ്ങിയിരിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. റെപ്രസെന്റ് ഡയറക്ഷൻ ഓഫ് ഏതാണ്? മാഗ്നറ്റിക് ഫീൽഡ്. കേൾഡ് ഫിംഗേഴ്സ് റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. എഴുതി വെച്ചോളൂ. എഴുതി കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ. സ്ക്രൂ റൂൾ ഇപ്പോൾ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടയിൽ വെച്ച് കട്ടാവും. അപ്പോൾ ഇന്ന് എഴുതി തന്നില്ല, നാളേക്ക് എഴുതാം. സോ ഇന്ന് എടുത്തത് വളരെ ലെങ്തി ആയുള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങളിപ്പോൾ വിക്ടേഴ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തിയായിട്ട് ചാപ്റ്ററാണ് വിക്ടേഴ്സിൽ എടുത്തുകൊണ്ടിരിക്കേണ്ടാവുക. അത്രയും സുഖമില്ലാത്തൊരു ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അതേപോലത്തെ ഒരു ചാപ്റ്റർ തന്നെയാണ് ഇതും ഉള്ളത്. വൃത്തിയായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. സോ ഇന്ന് എടുത്തത് ഓയിസ്റ്റർ എക്സ്പെരിമെന്റ് പഠിക്കുക, ബയോട്ട് സാവാർട്ട് ലോ, അതിൻ്റെ ഫിഗർ, അതിൻ്റെ ഡെറിവേഷൻ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ സ്ക്രൂ റൂള്, തമ്പ് റൂള് എന്താണെന്നുള്ളത് പഠിക്കുക. ഡെഫിനിഷൻ അതേപോലെ തന്നെ പഠിക്കണം.
ഇനി സ്ക്രൂ റൂളാണ് നമുക്ക് പറയാനുള്ളത്, എഴുതാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതാം. ഇപ്പം എങ്ങനെ ഇടയിൽ വെച്ചിട്ട് കട്ടായി പോയി കഴിഞ്ഞാൽ ഒരു സൈനിങ് ഓഫ് ഉണ്ടാവില്ല വെച്ചിട്ടാണ് പറയുന്നത്. എഴുതിയത് വൃത്തിയായിട്ട് പഠിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ.